നമുക്കൊപ്പം ഡാൻ കുര്യൻ ചേരും. ഈ സാഹചര്യങ്ങൾ എത്ര കണ്ട് നിർണായകമായിരുന്നു എന്ന കാര്യം. യെസ്, നമുക്ക് നോക്കാം എന്തായിരുന്നു ഈ സാഹചര്യം. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്, സ്വാഗതം. എന്തായാലും നമ്മൾ കാത്തിരുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനി ഇന്നത്തെ ഈ അങ്കക്കൊട്ട്, ഇന്നത്തെ ഈ കൊട്ടിക്കലാശം അവസാനിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കപ്പെട്ട സ്വാധീന വിഷയങ്ങളുണ്ട്. അതായത് ക്ഷേമ പെൻഷനും അതുണ്ടാക്കുന്ന നിർണായക സാഹചര്യങ്ങളും തുറുപ്പ് ചീട്ടായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയതാണ് ക്ഷേമ പെൻഷൻ. പക്ഷേ അതിനെ മറികടക്കാൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള അത് സർക്കാരിനെ സ്വാധീനിക്കുന്ന വിഷയമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള പ്രകടനത്തിൻ്റെ വിലയിരുത്തൽ, അതുണ്ടാക്കുന്ന മറ്റു വിവാദങ്ങൾ, ഇങ്ങനെ വിഷയങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറം ജനങ്ങളെ ഈ തദ്ദേശ സർക്കാരുകളുടെ ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ച വിഷയങ്ങൾ ഏതെന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ഡാൻ, എന്തൊക്കെയാവണം ജനങ്ങളുടെ ഒരു പ്രയോറിറ്റി ഉണ്ടായത്? സംസ്ഥാനത്തെ സ്വാധീനിക്കപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് ഡാൻ? സജിത്ത്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പിന്നിലേക്ക് പോകേണ്ടി വരും. അതായത് ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഏറ്റവും വലിയ വെല്ലുവിളിയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലയടിച്ച പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കടത്ത്, അതായത് നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അടക്കം നടത്തിയ വലിയ അന്വേഷണങ്ങൾ, എം ശിവശങ്കർ ഇഡിയുടെ പിടിയിലാകുന്നു. അങ്ങനെ സർക്കാരിനെ കരുതലിൽ നിർത്തുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ വരവിന് വഴിവെച്ച പ്രധാനപ്പെട്ട കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അന്ന് നടന്ന പ്രവർത്തനങ്ങൾ, അത് എത്രത്തോളം ആളുകളെ ചേർത്ത് നിർത്തുന്നതായിരുന്നു. സൗജന്യ കിറ്റും ഒരുപാട് വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പക്ഷേ ആ സൗജന്യ കിറ്റും അതോടൊപ്പം കൃത്യമായി ആ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതുമൊക്കെ എത്ര കണ്ട് സർക്കാരിന് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സഹായകരമായി മാറിയെന്നത് 2021 നമ്മൾ കണ്ടതാണ്. അതേ സമാനമായ സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും കൃത്യമായ പ്ലാനിങ്ങോടെ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് ഉയർത്തി. ആ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ തവണ കുടിശ്ശികയുണ്ടായിരുന്ന 1600 കൂട്ടി 3600 രൂപയായി 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ധനപ്രതിസന്ധിക്കിടയിലാണ് ഇങ്ങനെയൊരു പ്ലാനിങ്ങോടെയുള്ള നടപ്പിലാക്കൽ, ഒരു ക്ഷേമ പദ്ധതി കൃത്യമായി നടപ്പിലാക്കാൻ സർക്കാർ കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വരുന്നു. മുൻ MLA കൂടിയായ എ പത്മകുമാർ, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്തനംതിട്ട, അദ്ദേഹം അറസ്റ്റിലാവുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങൾ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന വിമർശനം, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ആരോപണത്തിന്റെ കരുതലിൽ നിർത്തുന്ന വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത്. ഇങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ജനരോഷം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് വസ്തുതയാണ്. മാത്രവുമല്ല, മേഖലാ ജാഥകൾ, വിശ്വാസ സംരക്ഷണ യാത്രകൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ മേഖലാ ജാഥകൾ, അതൊക്കെ മധ്യ തിരുവിതാംകൂറിൽ വലിയ തരത്തിൽ, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ അതിന്റെ ഒരു പ്രതിഫലനം അലയടിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ ഒരു പ്രചാരണ വിഷയമാക്കി ഇതിനോടകം തന്നെ LDF മാറ്റിയിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിൽ ഒരു പരിധിവരെ അവരെ സഹായിച്ചത് മറ്റ് വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തുടർച്ചയായി കഴിഞ്ഞ 27-ാം തീയതി മുതൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ്. അത് രാഹുലിന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ വീഴ്ചകളും അതുമായി ബന്ധപ്പെട്ട സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ കൂടി അതിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമോ, അതെങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റാൻ കഴിയുമോ, അത്തരത്തിലെല്ലാം അതിനെ ഇടതുപക്ഷം ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റി എന്നതാണ് വസ്തുത. അതേസമയം അതുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു നടപടി എടുത്തുകൊണ്ട് മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രമുഖ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നിരുന്ന മുഖ്യധാരയിൽ സമര പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ നിന്ന് നയിച്ചിരുന്ന ഒരു നേതാവിനെതിരെ മുഖം നോക്കാതെ മറ്റേത് പാർട്ടിക്ക് ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ കഴിയും എന്ന മറുവാദം ഉന്നയിച്ചുകൊണ്ടാണ് UDF അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കളം നിറയുമ്പോൾ അവസാനം തെരഞ്ഞെടുപ്പിന് ഒരു ദിനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചാ വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ മാറിയിരിക്കുന്നു. നാളെ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരികയാണ്. അതോടൊപ്പം
രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുകയാണ്. നമുക്കറിയാം നാളെയും ഇത് മാത്രമായിരിക്കും ചർച്ചാ വിഷയം. അങ്ങനെ മറ്റ് വിവാദങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ഈ ഒരു ഒറ്റ വിവാദത്തിൽ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ തളയ്ക്കാൻ LDF-ന് കഴിഞ്ഞു എന്നത് അവർ ഒരു വലിയ നേട്ടമായി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സിലുള്ള ഹിതം എന്താണ് എന്നറിയാൻ ചില ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി. ഒരു കാര്യം ഉറപ്പാണ്, പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച സർക്കാർ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം പ്രതിപക്ഷത്തിനിടയിൽ ഉണ്ടായ ഈ രാഹുൽ വിവാദവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ആർക്ക് അനുകൂലമായി വിധി എഴുതും, ആർക്ക് അനുകൂലമായി വോട്ടർമാരുടെ മനസ്സ് മാറും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. അതാണ് എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ അവസാന മണിക്കൂറുകളിലെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനിയും വരാനുണ്ട് എന്നതാണ് അതിന്റെ പൊതുചിത്രം. എന്തായാലും ഡാൻ കാത്തു നിൽക്കൂ, നമുക്ക് മടങ്ങി വരാം. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൂടി ചില സാഹചര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡാനിലേക്ക് മടങ്ങി വരാം. നമുക്ക് സംസ്ഥാനത്തെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഒരു സുപ്രധാന ഫാക്ടർ ആവുന്നത് കേരള കോൺഗ്രസുകളുടെ സ്വാധീനമാണ്. കേരള കോൺഗ്രസുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുമെന്ന പ്രസക്തമായ ചോദ്യം കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. കാരണം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്നവരാണല്ലോ കേരള കോൺഗ്രസുകൾ. ഈ കേരള കോൺഗ്രസുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കാനുള്ള പങ്ക് അങ്ങേയറ്റം നിർണായകമാണ്. ഇതിൽ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസിന്റെ പങ്ക് അങ്ങേയറ്റം നിർണായകമാണ്. അതിൽ ജോസ് കെ മാണി കരുത്ത് കാട്ടുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അത് കഴിഞ്ഞ തവണത്തെ ഉണ്ടായ സാഹചര്യം നിലനിർത്തുമോ, ആ ചോദ്യം നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിലെ കരുത്തർ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ കേരള കോൺഗ്രസ് പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, ജോസഫ് ഗ്രൂപ്പ് തിരികെ എത്തുമോ എന്നതാണ്. കഴിഞ്ഞ തവണ ഈ പിളർച്ചയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത്ര കണ്ട് വിജയിക്കാൻ ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല. ആ നേട്ടം നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്നതാണ്. ഈ കേരള കോൺഗ്രസിന്റെ സ്വാധീനം പ്രകടമാവുന്ന ഇടങ്ങൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകളാണ്. അത് പ്രധാനമായും ആര് പിടിക്കും? കാരണം നമുക്കറിയാം സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയം പ്രകടമാവുന്നത് ജില്ലാ പഞ്ചായത്തുകളിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നോക്കുമ്പോഴാണ് പത്തനംതിട്ട, കോട്ടയം, ഒപ്പം ഇടുക്കി ജില്ലാ പഞ്ചായത്തുകൾ, ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ ഏത് കക്ഷിക്കൊപ്പം നിൽക്കും എന്നതിൽ ഏറ്റവും പ്രസക്തമാവുക കേരള കോൺഗ്രസിന്റെ സ്വാധീനം കൂടിയാണ്. അത് എത്ര കണ്ട് എന്നുള്ളത് വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ടാകുന്നു. എന്തായാലും സാഹചര്യം അതാണ്. കേരള കോൺഗ്രസുകളുടെ വിധിയെഴുത്തായി കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുന്നു. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ്. എന്താണ് കേരള കോൺഗ്രസുകളുടെ പ്രതീക്ഷ, അതിനൊപ്പം അവർക്ക് മുന്നണി കിട്ടിയ പരിഗണന അടക്കം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് കോട്ടയത്തേക്ക് പോകേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്നും ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ പല സാഹചര്യങ്ങളും പല ഫാക്ടേഴ്സും നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യാറുണ്ട്. ആദ്യഘട്ടത്തിലെ 7 ജില്ലകളിലെ സുപ്രധാനമായ ഫാക്ടറുകളിൽ ഒന്ന് കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസുകളുടെ സ്വാധീനം എത്ര കണ്ടെന്നുള്ളത്. കോട്ടയം അവരുടെ തട്ടകം, സമീപ ജില്ലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന കേരള കോൺഗ്രസിന്റെ നെറ്റ്വർക്ക് എത്ര കണ്ട് പ്രകടമാവും? ജോസ് കെ മാണി കഴിഞ്ഞ തവണത്തെ ആ കരുത്ത് ഇത്തവണ കാട്ടുമോ? ശ്രീജിത്ത്, ജോസഫ് ഗ്രൂപ്പ് തിരികെ വരുമോ? എന്താണ് സാഹചര്യങ്ങൾ? സജിത്ത്, തീർച്ചയായും സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള കോൺഗ്രസുകളുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടിയുള്ള ചില മാറ്റങ്ങൾക്ക് കൂടിയുള്ള തുടക്കമായി ഈ മധ്യ കേരളത്തിലെ ഫലം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ കോട്ടയം മാത്രമല്ല, പത്തനംതിട്ട, തൊട്ടപ്പുറമുള്ള ഇടുക്കി, ഈ 2 ജില്ലകളിലെ കൂടി ഫലം കൂടി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കരുത്ത് കൂട്ടുമോ എന്നുള്ളത്, ജോസ് കെ മാണി കൂട്ടുമോ എന്നുള്ളതിന് കഴിഞ്ഞ തവണ തന്നെ പരമാവധി കരുത്ത് കാണിച്ചു ഈ ഇടതുമുന്നണിയും ഒപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗവും കൂടെ ചേർന്നപ്പോൾ.